പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദയും വിക്രവും കൂടെ രാത്രി അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഞാൻ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വന്നത്. കാരണം ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ നിർബന്ധമായി താലി കെട്ടിയ വിക്രത്തെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞാൻ പാഠം പഠിപ്പിക്കാൻ വന്ന ആൾ തന്നെ എന്നെ കുറേ പാഠങ്ങൾ പഠിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ്. ഞാൻ വിക്രത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ പുതിയൊരു ലോകമാണ് കണ്ടതെന്നൊക്കെ വേദ പറയുകയാണ്. പിന്നെ ഞാനും ദർശനും തമ്മിലുള്ളത് ഞങ്ങൾ കുഞ്ഞുനാളിൽ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ ഓർക്കുവാണ്. ഞങ്ങൾ കുഞ്ഞുനാളിൽ നല്ല കൂട്ടുകാരായിരുന്നു. കുറേ വലുതായ ശേഷം ഞങ്ങളെല്ലാം പഠിച്ച് ഓരോ വഴിക്കെത്തി. വക്കീൽമാരൊക്കെ ആയതിനു ശേഷമാണ് ചന്ദ്രശേഖരൻ അങ്കിൾ ഇങ്ങനൊരു ആലോചന കൊണ്ടുവന്നതും ഇത് നടത്താമെന്നും പറഞ്ഞ് അച്ഛനോട് സംസാരിച്ചതും. അച്ഛന് അത് നല്ലൊരു ആലോചനയായിട്ട് തോന്നി. കാരണം ദർശൻ നല്ല സ്വഭാവമുള്ള ഒരാളായിരുന്നു, മാത്രമല്ല ഒരു വക്കീലും കൂടാണ്. പക്ഷേ ചന്ദ്രശേഖരൻ അങ്കിളിൻ്റെ മനസ്സിൽ മറ്റുള്ള ഉദ്ദേശങ്ങളൊക്കെ ആയിരുന്നെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴല്ലേ എല്ലാം പുറത്ത് വന്നത്. അങ്കിളിൻ്റെ ഉദ്ദേശ്യം എന്നെ അവിടെ കൊണ്ടുവരിക, അടുത്ത തലമുറയിൽ സ്വത്തുക്കളൊക്കെ ആ വീട്ടിൽ തന്നെ നിൽക്കുക, അങ്കിളിൻ്റെ ഒക്കെ തന്നെ കിട്ടുക, ഇതൊക്കെയാണ് അങ്കിളിൻ്റെ ഉദ്ദേശം. പക്ഷേ ഞങ്ങൾ ഒരിക്കലും അങ്ങനൊരു വിചാരമേ ഇല്ലായിരുന്നു. വീട്ടുകാർ പറഞ്ഞ് എൻ്റെ ഒരു വിവാഹം ഉറപ്പിച്ചു. ഞാൻ അത്ര മാത്രമേ കരുതിയിട്ടുള്ളൂ. ഞാനും ദർശനും തമ്മിൽ അത്രയും ഒരു അടുപ്പം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ കുഞ്ഞുനാളിൽ ഞങ്ങൾ നല്ല കളിക്കൂട്ടുകാരായിരുന്നെന്ന് പറഞ്ഞ് വേദ പഴയ കാര്യങ്ങളൊക്കെ വിക്രത്തിൻ്റെ ഇതിങ്ങനെ പറയുകയാണ്. വിക്രം ഇതെല്ലാം ക്ഷമയോടെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പം വേദ ചോദിക്കുകയാണ്, വിക്രവും രാധയും തമ്മിൽ എങ്ങനായിരുന്നു? അപ്പം വിക്രം പറയാണ്, ഞാനും രാധയും തമ്മിൽ എനിക്കങ്ങനെ അവളോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമൊന്നുമില്ലായിരുന്നു. രാധയ്ക്ക് അവൾക്ക് പണ്ടേ എന്നെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെന്ന് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഞാൻ അവളെ വഴക്ക് പറയുമായിരുന്നു. കാരണം ഒരിക്കലും എനിക്ക് അവളെ ആ ഒരു കണ്ണിലൂടെ കണ്ടിട്ടില്ല. പിന്നെ അതൊക്കെ മനസ്സിലാവാൻ കാലങ്ങളെടുത്തു. നിനക്കറിയാലോ, നീ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഈ അടുത്ത കാലത്താണ് അവൾക്ക് അതൊക്കെ മനസ്സിലായത്. എനിക്ക് അവളോട് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നെന്ന് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, നമ്മൾ തമ്മിൽ പിരിഞ്ഞിരുന്ന സമയത്ത് അവളെന്നെ കാണാൻ വന്നായിരുന്നു. നിന്നെ കാണാൻ വന്നോ? ആ, എന്നെ കാണാൻ വന്ന്. ഞാൻ ഒഴിഞ്ഞു പോകണമെന്ന് പറയാനല്ല, നമ്മൾ തമ്മിൽ വീണ്ടും ഒന്നാവണോ എന്ന് പറയാനാണ്. നമ്മളുടെ സ്നേഹം അവൾ അടുത്ത് നിന്ന് കണ്ടതാണ്. ആ സ്നേഹം ഒരിക്കലും കളഞ്ഞിട്ട് ഞാൻ പോകല്ലെന്ന് പറയാനാണ് അവൾ വന്നത്. രാധയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് വേദ പറയാണ്. വിക്രം പറയാണ്, ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ പുറകിൽ ഇങ്ങനെ പൊട്ടിപ്പെണ്ണിനെ പോലെ നടന്നിരുന്ന രാധയല്ല ഇപ്പം അവൾക്ക് ചിന്തിക്കാനും അവൾക്ക് എല്ലാ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനും ബുദ്ധിപരമായി ആലോചിക്കുന്ന ഒരു പെണ്ണായി മാറി എന്ന് പറയാണ്. അപ്പം വേദ പറയാണ്, അതൊക്കെ അത്രയേ ഉള്ളൂ. ഓരോരുത്തർക്ക് ഓരോ സമയമാകുമ്പോൾ ഓരോ മാറ്റങ്ങളുണ്ടാകും. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പം നമുക്കുണ്ടായ മാറ്റങ്ങൾ കണ്ടാൽ നമ്മൾ ഒരിക്കലും ചിന്തിച്ചു നമ്മൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഭാര്യ ഭർത്താവായി ഇതുപോലെ സ്നേഹിച്ച് ജീവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആദ്യമൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കാണുമ്പോൾ തന്നെ അടിയായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ഇത്രയും മാറ്റമുണ്ടായി. അതേപോലെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങളുണ്ടാവും എന്ന് വേദ വിക്രത്തോട് പറയുകയാണ്. അങ്ങനെ അവർ തിരിച്ച് നടന്നാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ ആ കട്ടിലേ വന്നിരുന്ന്. അപ്പം വിക്രം പറയാണ്, ഞാൻ കുറച്ച് നേരം നിൻ്റെ മടിയിൽ ഇങ്ങനെ ചാഞ്ഞ് കിടന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞ് വിക്രം വേദ മടിയിലോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ തലയിൽ ഇങ്ങനെ തടവി കൊടുക്കുകയാണ്. അപ്പം വിക്രം പറയാണ്, എനിക്ക് എന്തെങ്കിലും വിഷമോ സങ്കടമോ അതേപോലെ സന്തോഷം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അമ്മയുടെ മടിയിൽ ഇങ്ങനെ ചെന്ന് കിടക്കും. അപ്പോൾ അമ്മ എനിക്കിങ്ങനെ തല തടവി തരും. അപ്പോൾ ഉണ്ടാകുന്നൊരു സുഖം ഒരു പ്രത്യേകമാണെന്ന് വിക്രം വേദയെടുത്ത് പറയാണ്. അപ്പം വേദ ഇങ്ങനെ വിക്രത്തിൻ്റെ തലയിൽ ഇങ്ങനെ തടവി കൊടുക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഇനി അതൊന്നും ആലോചിക്കേണ്ട, എപ്പോഴും ഞാൻ വിക്രത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അനിയൻകുട്ടൻ്റെ അനക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ബാക്കിലത്തെ ഡോറൊക്കെ തുറന്ന് കിടക്കുന്നു. അത് കാണുമ്പോഴത്തേക്ക് ആകപ്പാടെ ഭയക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എല്ലാം അനിയൻകുട്ടനെ നോക്കുമ്പോൾ അനിയൻകുട്ടനെ കാണുന്നില്ല. അപ്പം വേദ പറയാണ്, വിക്രം അനിയൻകുട്ടനെ കാണുന്നില്ല, ഇനി ആരെങ്കിലും ഇവിടെ വന്നോ എന്തോന്നൊന്നും അറിയില്ലല്ലേ. അപ്പോൾ വിക്രം പറയാണ്, ആരും ഇവിടെ വന്നൊന്നും കാണത്തില്ല, കാരണം നമ്മളിവിടെ ഉണ്ടായിരുന്നല്ലോ, ദൂരോട്ടൊന്നും പോയില്ലല്ലോ. ഇനി അനിയൻകുട്ടൻ ഓർമ്മയില്ലാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയതായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് വിക്രം. അങ്ങനെ വേദയും വിക്രവും അവിടെ എല്ലാം അന്വേഷിക്കുകയാണ്. അങ്ങനെ ഡോറ് തുറന്ന് അവർ ബാക്കിൽ കൂടെ ആ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലെല്ലാം അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ വിക്രം ആണെങ്കിൽ അനിയൻകുട്ടനെ കാണുന്നുണ്ട്. അനിയൻകുട്ടനാണെങ്കിൽ ഡോറ് തുറന്ന് പുറത്തിറങ്ങിപ്പോയേക്കുവാണ്. ഭയന്ന് ഒരിടത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് അനിയൻകുട്ടായെന്നും പറഞ്ഞ് ഓടിച്ചെല്ലുകയാണ്. അപ്പം അനിയൻകുട്ടൻ ചോദിക്കുന്നുണ്ട്, അവർ കൊല്ലും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിക്രം ചോദിക്കുകയാണ്, അനിയൻകുട്ടാ നീ എന്താ കാണിച്ചത്, നീ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി വന്നത് എന്തിനാ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും അനിയൻകുട്ടൻ അവർ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനിയൻകുട്ടനാണെങ്കിൽ പേടിച്ചാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടിയതാണ്. അനിയൻകുട്ടനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ തിരിച്ച് വേദയും വിക്രവും തിരിച്ച് വന്നിരിക്കുകയാണ്.
അപ്പം വേദ പറയാണ് അനിയൻകുട്ടനാണെങ്കിൽ എത്രയും പെട്ടെന്ന് പഴയ പോലെ ആയാലേ നമുക്ക് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടത്തുള്ളൂ. എത്രയും പെട്ടെന്ന് നമ്മൾ ഗീവർഗീസേട്ടൻ പറഞ്ഞ് ആ അച്ഛനെ കൊണ്ടുപോയി അനിയൻകുട്ടനെ കാണിക്കണം എന്നവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പം തന്നെ വേദ ചായയൊക്കെ ഇട്ടുകൊണ്ടെന്ന് വിക്രത്തിന് കൊടുക്കുന്നുണ്ട്. വിക്രം ചോദിക്കുകയാണ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വന്നാലോ, ഇവിടെ വന്നിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ടില്ലല്ലോ എന്ന് പറയാണ്. അപ്പം വേദ പറയാണ്, വിക്രം എന്തൊക്കെയായി പറയുന്നത്, നമ്മളിവിടെ ഹണിമൂണിനോ മറ്റൊന്നിനും വന്നതല്ല, നമ്മൾ ഒളിച്ച് താമസിക്കാൻ വന്നതാണ്. അല്ലെങ്കിൽ ഈ ആണുങ്ങൾക്ക് ഇങ്ങനെയാണ്, പ്രേമം തലയ്ക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വബോധവും ഇല്ല, എന്ത് വേണമെങ്കിലും കാണിക്കാം എന്ന് പറയാണ്, എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ സ്ത്രീകൾ പ്രേമത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ ചെയ്യും, ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ഏത് തെരുവിലേക്ക് വേണമെങ്കിലും അയാളുടെ കൈ പിടിച്ചു പോവും, പക്ഷേ സ്വബോധം ഒരിക്കലും നഷ്ടപ്പെടുത്തത്തില്ല എന്ന് പറയാണ്. അപ്പം വിക്രം ചോദിക്കണം, ഓഹോ അങ്ങനെയാണോ, അങ്ങനെ തന്നെ ഞങ്ങൾക്കെപ്പോഴും ഒരു ചിന്തയുണ്ടാവും, അല്ലാതെ ബോധമില്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. നിങ്ങളങ്ങനല്ല, നിങ്ങൾക്കാണെങ്കിൽ പ്രേമം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ബോധവും ഇല്ലാതെ എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ടല്ലേ വിക്രം പറഞ്ഞത് എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കണ്ടാൽ ഉള്ള അവസ്ഥ വിക്രം ചിന്തിച്ചിട്ടുണ്ടോ? അതോടെ നമ്മൾ ഇത്രയും നാൾ കെട്ടിപ്പൊക്കിയ കാര്യങ്ങളെല്ലാം ഇല്ലാതാവും. നമ്മളിവിടെ ഉണ്ടെന്ന് ആരെങ്കിലും വഴി ശ്രീകാന്തേട്ടനോ ആ ചന്ദ്രശേഖർ അങ്കിളോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവർ എപ്പം ഇവിടെ വന്നെന്ന് ചോദിച്ചാൽ മതി. മാത്രമല്ല നമുക്ക് രണ്ടുപേർക്കും എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാം. അനിയൻകുട്ടനെ അവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ വെച്ചേക്കത്തില്ല, ആ നിമിഷം അവർ കൊല്ലും. കാരണം അനിയൻകുട്ടൻ ഒരു തെളിവാണെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് അനിയൻകുട്ടനെ വെച്ചേക്കത്തില്ല. ഇത്രയും റിസ്ക് എടുത്ത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കണോ എന്ന് വേദ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല, ഇവിടെ വലിയ ആൾക്കാരൊന്നുമില്ലല്ലോ, നാട്ടുപുറത്ത് പ്രദേശമല്ലേ, അത്ര മാത്രമേ ചിന്തിച്ചുള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ അങ്ങോട്ടോ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചോളൂ എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, അന്ന് ഒരു കടയിൽ പോയപ്പം തന്നെ വിക്രത്തിന് അറിയാലോ, ഒരു ഓട്ടോക്കാരൻ വിക്രത്തിനെ എവിടെയോ കണ്ടെന്നൊരു പരിചയം പറഞ്ഞു. അതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടത്തേക്ക് വരികയാണ്, ടൂറിസ്റ്റുകൾ, ഒത്തിരി ലോറിക്കാർ, പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. നമ്മളെപ്പോഴും ശ്രദ്ധ വേണം, നമുക്കെപ്പോഴും ഉള്ളിൽ വേണം നമ്മൾ ഇവിടെ വന്നേക്കുന്നതിൻ്റെ ഉദ്ദേശം. നമ്മളിവിടെ ഉണ്ടെന്ന് ഒരു ചെറിയൊരു സൂചന പോലും കിട്ടുകയാണെങ്കിൽ അവർ ആ സംശയത്തിൻ്റെ പുറത്ത് അവരവിടെ നാട്ടിൽ നിൽക്കത്തില്ല, അവരന്വേഷണമായിട്ട് ഇവിടെ തന്നെ വരും, ഇവിടെ വന്ന് അവരന്വേഷിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. എനിക്ക് നന്നായിട്ടറിയാം അങ്കിളിനെയും ശ്രീകാന്തേട്ടനെയും. അവരെ പെട്ടെന്ന് നമ്മളെ കണ്ടുപിടിക്കുക, മാത്രമല്ല അനിയൻകുട്ടനെ കൊല്ലുക, അതുപോലെ നമ്മളെ ആപത്തിപ്പെടുത്തുക, ഇതൊക്കെ അവരുടെ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാസവനും അതുപോലെ ശ്രീനി സാറും ഒക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് ഉടനെ തന്നെ നമ്മളെ കണ്ടെത്തണമെന്നും അനിയൻകുട്ടനെ കൊല്ലണമെന്നും അതേപോലെ നമ്മളെ വകവരുത്തണമെന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്കൊരു ഓർമ്മ വേണം എന്ന് വേദ വിക്രത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. വിക്രം പറഞ്ഞത്, ശരി വേതാളമേ, എനിക്കെല്ലാ കാര്യവും മനസ്സിലായി, ഇനി വേതാളം പറയുന്ന പോലെ ഞാൻ കേട്ടോളാം എന്ന് വേദയെടുത്ത് വിക്രം പറയുകയാണ്.